أشهد أن لا إله إلا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഒരു ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഞാൻ വിവരിക്കാം. യൗവനകാലത്തും പ്രവാചക ലബ്ധിക്ക് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ അലയടിച്ചിരുന്ന ദൈവസ്നേഹം കാരണം അവിടുന്ന് അസ്വസ്ഥനാവുകയും ഹിറാ ഗുഹയിൽ പോയി തൻ്റെ പ്രിയനാഥനായ അള്ളാഹുവുമായി ഏകാന്ത സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഈ സ്നേഹത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പറയുന്നു: വേനൽക്കാലത്തിന് ആത്മീയ പുരോഗതിയുമായി സവിശേഷമായ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നോക്കൂ. മക്കയെപ്പോലെ ഒരു നഗരത്തിലാണ് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എഴുന്നേൽപ്പിച്ചത്. ആ ഉഷ്ണക്കാലത്ത് അവിടുന്ന് തനിച്ച് ഹിറാ ഗുഹയിൽ പോയി അള്ളാഹുവിനെ ആരാധിക്കുമായിരുന്നു. എത്ര അത്ഭുതകരമായ കാലമായിരിക്കും അത്! അവിടുന്ന് തന്നെയായിരിക്കും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളം ചുമന്നുകൊണ്ട് പോയിട്ടുണ്ടാവുക. അള്ളാഹുവിനോട് സ്നേഹവും താൽപ്പര്യവും തോന്നിത്തുടങ്ങിയാൽ പിന്നെ ലൗകികതയോടും ലൗകികരോടും ഒരുതരം വെറുപ്പും വിരക്തിയും തോന്നും എന്നതാണ് വാസ്തവം. ഏകാന്തതയും ലൗകിക വിരക്തിയും സ്വാഭാവികമായും പ്രിയങ്കരമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയും ഇതായിരുന്നു. ദൈവസ്നേഹത്തിൽ വിലയം പ്രാപിച്ച അവിടുന്ന് ആ ഏകാന്തതയിലാണ് പൂർണ്ണമായ ആനന്ദാനുഭൂതി കണ്ടെത്തിയത്. യാതൊരു സുഖസൗകര്യങ്ങളുമില്ലാത്ത, പോകാൻ പോലും ഭയം തോന്നുന്ന അത്തരമൊരു സ്ഥലത്ത് അവിടുന്ന് പല രാത്രികൾ തനിച്ചു ചെലവഴിച്ചു. അവിടുന്ന് എത്രത്തോളം നിർഭയനും ധീരനുമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമാകുമ്പോൾ ധീരതയും പ്രകടമാകും. അതുകൊണ്ട് ഒരു മുഅ്മിൻ ഒരിക്കലും ഭീരുവാകില്ല. ലൗകികരാണ് ഭീരുക്കൾ. അവരിൽ യഥാർത്ഥ ധീരത ഉണ്ടാകില്ല. ദൈവവുമായുള്ള ബന്ധം ശക്തമാകുമ്പോൾ അങ്ങനെയുള്ളവർ ഏകാന്തത ഇഷ്ടപ്പെടുമെന്ന് കേൾക്കുമ്പോൾ ചിലർ ഇപ്രകാരം ആക്ഷേപം ഉന്നയിക്കാറുണ്ട്: പിന്നെന്തിനാണ് ഈ നബിമാരും റസൂലുമാരും വിവാഹം കഴിക്കുകയും സന്താനോൽപാദനം നടത്തുകയും ചെയ്യുന്നത്? അവർക്ക് ഏകാന്തതയാണ് ഇഷ്ടമെങ്കിൽ പിന്നെന്തിനാണ് അവർ വിവാഹം കഴിക്കുന്നതും കുടുംബമായി കഴിയുന്നതും? അവർ ചന്തകളിൽ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഖുർആനിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നവർ ചിന്തിക്കുന്നില്ല. ഇക്കാര്യം ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരാൾ മറ്റൊരാളുടെ വാതിൽക്കൽ ഭിക്ഷയാചിക്കാൻ പോകുന്നു. രണ്ടാമത്തെ വ്യക്തിയെ കാണാൻ മാത്രമായി അയാളുടെ സുഹൃത്തും വന്നെത്തുന്നു. ഇപ്പോൾ ആ സുഹൃത്ത് തൻ്റെ അതിഥിക്ക് മുന്നിൽ ബിരിയാണി പോലുള്ള ഭക്ഷണം വെച്ചു നീട്ടിയാൽ അതിൽ ആ അതിഥിയുടെ കുറ്റമെന്താണ്? രണ്ടുപേർ പോകുന്നു, ഒരാൾ ഭിക്ഷയാചിക്കാനും മറ്റൊരാൾ സൗഹൃദം പുതുക്കാനും. വീട്ടുടമസ്ഥൻ തൻ്റെ സുഹൃത്തിനെ സൽക്കരിച്ചാൽ അതിൽ സുഹൃത്തിനെ കുറ്റപ്പെടുത്താനാവില്ല. അതായത് തൻ്റെ സുഹൃത്തിനെ കാണാൻ പോയ ആ വ്യക്തിക്ക് തെറ്റൊന്നുമില്ല. ആ സ്നേഹിതന് ഭക്ഷണത്തിൽ ആനന്ദം ലഭിക്കുന്നു. എന്നാൽ ഭിക്ഷക്കാരന് ഒരു ഉണങ്ങിയ റൊട്ടിക്കഷ്ണമാണ് നൽകപ്പെടുന്നത്. അവന് കൂടുതൽ നേരം അവിടെ നിന്നാൽ അവനെ തള്ളി പുറത്താക്കുകയും ചെയ്യുന്നു.
ഭിക്ഷക്കാരനോട് ഒരു രീതിയിലും സുഹൃത്തിനോട് മറ്റൊരു രീതിയിലുമായി രണ്ടു തരം പെരുമാറ്റങ്ങളുണ്ട്. സുഹൃത്തിനെ ആരും പിടിച്ചു പുറത്താക്കില്ല. മറിച്ച് അവൻ കൂടുതൽ നേരം അവിടെ നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വീട്ടുടമസ്ഥന് സന്തോഷം നൽകുന്ന കാര്യമാണ്. യാചിക്കുന്നവനോട് ഒരു നിലയിലും സുഹൃത്തിനോട് മറ്റൊരു നിലയിലുമാണ് പെരുമാറുന്നത്. സുഹൃത്തിനെ സ്വാഗതം ചെയ്യുകയും സൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ഭിക്ഷക്കാരന് എന്തെങ്കിലും നൽകി ഒഴിവാക്കുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇതുതന്നെയാണ് പ്രവാചകന്മാരുടെയും ദൈവനിയുക്തരുടെയും അവസ്ഥ. അവരുടെ മുന്നിൽ വരുന്നതൊന്നും അവരുടെ ശരീരേച്ഛകളുടെ ഫലമല്ല. എല്ലാ ആനന്ദവും അനുഭൂതികളും അവർ കണ്ടെത്തുന്നത് ദൈവസ്മരണയിലും ദൈവിക കാര്യങ്ങളിലുമാണ്. അവർ ഏകാന്തതയാണ് വാസ്തവത്തിൽ ഇഷ്ടപ്പെടുന്നത്. അവിടെ അവർ തങ്ങളുടെ പ്രിയതമനായ അള്ളാഹുവിന് മുന്നിൽ ഹൃദയാഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു. ആ അവസ്ഥയിൽ മറ്റാരും തങ്ങളെ കാണരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതിനു പുറമെ ഇത്തരം കുടുംബബന്ധങ്ങൾ അവരുടെ ആത്മീയ പൂർണ്ണതയ്ക്കു വേണ്ടിയുമുള്ളതാണ്. അതായത് അള്ളാഹുവോടുള്ള അവരുടെ സ്നേഹബന്ധത്തിൻ്റെ ഉന്നത നിലവാരം കൈവരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഹിറാ ഗുഹയിലെ ആരാധനയെക്കുറിച്ച് അവിടുന്ന് വിവരിച്ചത് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ആദ്യമായി വഹി ലഭിക്കാൻ ആരംഭിച്ചത് ഉറക്കത്തിൽ സ്വപ്നദർശനങ്ങളിലൂടെയാണ്. അവിടുന്ന് കാണുന്ന സ്വപ്നങ്ങൾ പകൽ വെളിച്ചം പോലെ പുലരുമായിരുന്നു. അതായത് തിരുമേനിക്കുണ്ടായ മഹത്തായ സ്വപ്നങ്ങൾ ഉടനെ പുലർന്നിരുന്നു. പിന്നീട് അവിടുന്ന് ഏകാന്ത ജീവിതത്തിലേക്ക് ആകൃഷ്ടനാവുകയും തനിച്ച് ഹിറാ ഗുഹയിൽ പോയി ആരാധനയിൽ മുഴുകുകയും ചെയ്യുമായിരുന്നു. വീട്ടുകാരെ കാണാനുള്ള ആഗ്രഹം ഉടലെടുക്കുവോളം ഏതാനും രാത്രികൾ അവിടുന്ന് ഇങ്ങനെ ചെലവഴിക്കുമായിരുന്നു. അതിനായി വീട്ടിൽ നിന്ന് ഭക്ഷണവും മറ്റ് സാധനങ്ങളും കരുതുമായിരുന്നു. അതിനുശേഷം അല്പകാലം കഴിഞ്ഞ് ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് മടങ്ങിയെത്തുകയും വീണ്ടും അത്രയും രാത്രികൾക്കുള്ള ഭക്ഷണം കരുതുകയും ചെയ്യുമായിരുന്നു. ഒടുവിൽ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് സത്യം വെളിപ്പെട്ടു. മലക്ക് നബി തിരുമേനി അടുക്കൽ വന്നു പറഞ്ഞു, വായിക്കുക. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും വായിക്കില്ല, വായിക്കാൻ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അത് ആയിഷ പറയുന്നു. അപ്പോൾ മലക്ക് എന്നെ പിടിച്ചു ശക്തമായി ആലിംഗനം ചെയ്തതോടെ എൻ്റെ ശക്തിയെല്ലാം ഇല്ലാതായതുപോലെ തോന്നി. പിന്നീട് എന്നെ വിട്ടിട്ട് പറഞ്ഞു, വായിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കില്ല, എനിക്ക് വായിക്കാൻ അറിയുകയില്ല. മലക്ക് രണ്ടാം തവണയും എന്നെ ശക്തിയായി ചേർത്ത് പിടിച്ചമർത്തി. എനിക്ക് ബോധക്ഷയം പോലെ തോന്നി. പിന്നീട് എന്നെ വിട്ടിട്ട് മലക്ക് പറഞ്ഞു, വായിക്കുക. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കറിയില്ല. മലക്ക് മൂന്നാം തവണയും എന്നെ അമർത്തിപ്പിടിച്ചു. എന്നിട്ട് വിട്ടയച്ച് ഇപ്രകാരം പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. അവൻ മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യന്തം ഔദാര്യ ഗുണങ്ങളുള്ളവനാണ്. ഈ വചനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ നിന്ന് മടങ്ങി. ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തുമ്പോൾ അവിടുത്തെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഹദ്റത്ത് ഖദീജയോട് പറഞ്ഞു, എന്നെ പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചു. അങ്ങനെ അസ്വസ്ഥത മാറിയപ്പോൾ അവിടുന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് നടന്ന സംഭവം പറഞ്ഞു. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠ തോന്നുന്നു. അപ്പോൾ ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരിക്കലുമില്ല, അള്ളാഹുവാണ് സത്യം. അള്ളാഹു താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം പുലർത്തുന്നവനാണ്, നിരാലംബരുടെ ഭാരം ചുമക്കുന്നവനാണ്, നഷ്ടപ്പെട്ടു പോയ നന്മകൾ വീണ്ടെടുക്കുന്നവനാണ്, അതിഥികളെ സൽക്കരിക്കുന്നവനാണ്, സത്യമാർഗത്തിലെ പ്രയാസങ്ങളിൽ സഹായിക്കുന്നവനാണ്. പ്രതിസന്ധികൾക്കിടയിലും അങ്ങ് എപ്പോഴും സത്യത്തോടൊപ്പം നിന്നിട്ടുണ്ട്. അതിനുശേഷം ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ തൻ്റെ പിതൃ സഹോദരപുത്രനായ അസദ് ബിൻ അബ്ദുൽ ഹുസായുടെ മകൻ വറഖ ബിൻ നൗഫലിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ജാഹലിയ കാലത്ത് തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചെന്ന വറഖയ്ക്ക് ഹീബ്രു ഭാഷയും ഇഞ്ചീലും എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. ഇഞ്ചീലിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര അദ്ദേഹം ഹീബ്രുവിൽ എഴുതുമായിരുന്നു. അദ്ദേഹം വളരെ വൃദ്ധനും അന്ധനുമായി കഴിഞ്ഞിരുന്നു. ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു,
എൻ്റെ പിതൃ സഹോദരപുത്ര, അങ്ങയുടെ ഈ സഹോദരപുത്രൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. അപ്പോൾ വറക്ക ചോദിച്ചു, സഹോദരപുത്ര, നീ എന്താണ് കണ്ടത്? താൻ കണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. അപ്പോൾ വറക്ക പറഞ്ഞു, അള്ളാഹു ഹസ്രത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കിയ അതേ നിയമദൂതൻ തന്നെയാണ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. നിന്റെ ജനത നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാലത്ത് ഞാൻ ജീവനോടെയും കരുത്തനായും ഇരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? അദ്ദേഹം മറുപടി നൽകി, അതെ, നീ കൊണ്ടുവന്നതുപോലുള്ള സന്ദേശം ആര് കൊണ്ടുവന്നിട്ടുണ്ടോ അവരെല്ലാം ശത്രുത നേരിട്ടിട്ടുണ്ട്. നിന്റെ ആ കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാ കരുത്തും ഉപയോഗിച്ച് ഞാൻ നിന്നെ സഹായിക്കുന്നതാണ്. എന്നാൽ വൈകാതെ വറക്ക അന്തരിച്ചു. കുറച്ചു കാലത്തേക്ക് വഹി നിലക്കുകയും ചെയ്തു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, ഖുർആൻ്റെ അധ്യാപന പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്, ഒരു വശത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തൻ്റെ കൃപയെയും കാരുണ്യത്തെയും ദയയെയും കുറിച്ച് വിവരിക്കുമ്പോൾ, മറുവശത്ത് ലൈസൽ ഇൻസാന് ഇല്ലാ മാസാ, മനുഷ്യൻ താൻ പരിശ്രമിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നും, വല്ലദീന ജാഹദൂ ഫീന ലനഹദിയന്നഹും സുബ്ലന, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നാം നമ്മുടെ വഴികൾ കാട്ടിക്കൊടുക്കും എന്നും വിവരിച്ചിരിക്കുന്നു. ഇതിനർത്ഥം ദൈവികമായ അനുഗ്രഹങ്ങൾ കഠിനാധ്വാനത്തെയും പരിശ്രമത്തെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നാണ്. ദൈവികാനുഗ്രഹങ്ങൾ പരിശ്രമത്തെയും പ്രയത്നത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പരിശ്രമവും പ്രയത്നവും ഉണ്ടെങ്കിലേ ദൈവികാനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് സാരം. പറയുന്നു, സ്വഹാബികളുടെ പ്രവർത്തന രീതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്തമവും ഉദാത്തവുമായ മാതൃകയാണ്. സഹാബാക്കളുടെ ജീവിതം ചിന്താവിഷയമാക്കി നോക്കൂ. കേവലം നമസ്കാരം മുഖേനയാണോ അവർ ആ പദവികൾ നേടിയത്? അല്ല, മറിച്ച് ദൈവപ്രീതിക്കായി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ അവർ മടി കാണിച്ചിരുന്നില്ല. ആടുമാടുകളെപ്പോലെ അവർ ദൈവമാർഗത്തിൽ ബലിയർപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ പദവി ലഭിച്ചത്. സഹാബാക്കൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസത്തിൽ ദൈവസ്നേഹം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും അതിനായി എന്തു ത്യാഗം ചെയ്യാനും ഒരുങ്ങുകയും ചെയ്തു. തുടർന്ന് ദൈവപ്രീതി കരസ്ഥമാക്കുമാർ അവർ ആത്മീയ പദവി കരസ്ഥമാക്കുകയുണ്ടായി. അവിടുന്ന് പറയുന്നു, മിക്ക ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് മന്ത്രിച്ചൂതിയാൽ ഉടൻ തങ്ങൾ ഉയർന്ന പദവികളിൽ എത്തണമെന്നും അങ്ങനെ അർഷോളം ചെന്നെത്തണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ വലിയവനാരാണുള്ളത്? മാനവരിൽ മഹോന്നതനും ശ്രേഷ്ഠ പ്രവാചകനുമായ അവിടുന്ന് പോലും മന്ത്രിച്ചൂതിയിട്ടല്ല ഇത്തരം പദവികൾ പ്രാപിച്ചത്. എന്നിരിക്കെ മറ്റാർക്കാണ് അത് ചെയ്യാനാവുക? അവിടുന്ന് ഹിറാ ഗുഹയിൽ എത്രത്തോളം ആത്മീയ യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ടാകും, എത്ര പ്രാവശ്യം കരഞ്ഞു വിലപിച്ച് പ്രാർത്ഥിച്ചിരിക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. ആത്മശുദ്ധീകരണത്തിനായി എന്തൊക്കെ പരിശ്രമങ്ങളും കഠിനാധ്വാനവും നടത്തിയിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ. അതിനുശേഷമാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ തിരുമേനിയിൽ വർഷിച്ചത്. യാഥാർത്ഥ്യമെന്തെന്നാൽ, ഒരു മനുഷ്യൻ ദൈവമാർഗത്തിൽ തന്നിൽ മരണതുല്യമായ അവസ്ഥ കൊണ്ടുവരികയും ഫനായുടെ അവസ്ഥയിലെത്തുകയും ചെയ്യുന്നില്ലയോ, അതുവരെ അള്ളാഹു അവനെ കാര്യമാക്കാറില്ല. എന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി പരിശ്രമിക്കുകയും ദൈവത്തെ കണ്ടെത്തുന്നതിനായി തന്നിൽ മരണതുല്യമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്തുവെന്ന് അള്ളാഹു കാണുമ്പോൾ അവൻ ആ വ്യക്തിക്ക് വെളിപ്പെടുകയും അവൻ അനുഗ്രഹിക്കുകയും തൻ്റെ ശക്തിവിലാസങ്ങളിലൂടെ അവനെ ഉന്നത പദവികളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരിടത്ത് ഇപ്രകാരം പറയുന്നു, പ്രവാചകന്മാരുടെ പ്രകൃതം ഇപ്രകാരമാണ്. അവർ ഒരിക്കലും പ്രശസ്തി ആഗ്രഹിക്കാറില്ല. ഒരു നബിയും ഒരിക്കലും പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏകാന്തതയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ആരാധനകൾക്കായി അവിടുന്ന് ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ഏകാന്തതയുടെ ഹിറാ ഗുഹയിലേക്ക് പോകുമായിരുന്നു. ഭയം കാരണം ആരും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്തത്ര ഭയാനകമായിരുന്നു ആ ഗുഹ. ഭയം കാരണം ആരും അവിടെ എത്തില്ല എന്നതിനാലാണ് അവിടുന്ന് ആ സ്ഥലം തിരഞ്ഞെടുത്തത്. അവിടുന്ന് അത്യന്തം ഏകാന്തത ആഗ്രഹിച്ചിരുന്നു.
ഒരിക്കലും പ്രശസ്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. പുതപ്പിനുള്ളിലിരിക്കുന്നവനെ എഴുന്നേൽക്കുക, പുതപ്പിനുള്ളിലിരിക്കുന്നവനെ എഴുന്നേൽക്കുക, ആളുകളെ താക്കീത് ചെയ്യുക. ഈ കൽപ്പനയിൽ ഒരുതരം നിർബന്ധം അടങ്ങിയിട്ടുള്ളതായി കാണാം. അവിടുന്ന് അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഏകാന്തത ഉപേക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ആ നിർബന്ധ കൽപ്പന. അള്ളാഹുവിനോടുള്ള സ്നേഹവും അവിടുത്തെ കഠിന പരിശ്രമവും അതിൻ്റെ അത്യുന്നത തലത്തിലെത്തിയപ്പോൾ അള്ളാഹു തൻ്റെ അന്തിമ ശരീഅത്ത് ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനായി അവിടുത്തെ തിരുമേനിയെ നിയോഗിച്ചു. അള്ളാഹുവിനോട് സ്നേഹാനുരാഗം വെച്ച് പുലർത്തിയിരുന്നതോടൊപ്പം കഠിന പരിശ്രമവും നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അളവറ്റ് അനുഗ്രഹിച്ചത്. ഓരോ മനുഷ്യനും തൻ്റെ കഴിവനുസരിച്ച് പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നില്ലയോ, അതുവരെ അള്ളാഹുവിലേക്ക് എത്തുക പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മുത്തരിഫ് തൻ്റെ പിതാവിൽ നിന്ന് ഇപ്രകാരം നിവേദനം ചെയ്യുന്നു: ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടുന്ന് നമസ്കരിക്കുകയായിരുന്നു. തിളക്കുന്ന കലത്തിൽ നിന്ന പോലെ അവിടുത്തെ നെഞ്ചിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നു. അത്രത്തോളം തീവ്രമായി അവിടുന്ന് കരയുകയും ആത്മവിലാപം കൊള്ളുകയും ചെയ്തിരുന്നു. അതുപോലെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, മുമ്പൊരു ഖുതുബയിൽ ഞാനിത് പരാമർശിച്ചിരുന്നു. അവിടുന്ന് ദീർഘനേരം നിന്ന് ആരാധന നിർവഹിച്ചിരുന്നതിനാൽ അവിടുത്തെ പാദങ്ങൾ വീങ്ങിപ്പോകാറുണ്ടായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെയും ആരാധനയെയും കുറിച്ച് ഒരിടത്ത് എഴുതുന്നു. ഈ ചെറിയ ഭാഗം കഴിഞ്ഞ ഖുതുബയ്ക്ക് മുമ്പുള്ള ഖുതുബയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ പരാമർശിച്ചിരുന്നു. അതിന് ചില വിശദീകരണങ്ങളും ആവശ്യമായതിനാൽ അതും ഞാൻ വിവരിക്കുകയാണ്. അതിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവാനുരാഗം കൂടുതൽ വ്യക്തമാകുന്നതാണ്. അത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായ അവസ്ഥയിലായിരുന്നപ്പോൾ അത്യധികമായ തളർച്ച കാരണം അവിടുത്തേക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അവിടുന്ന് നിർദ്ദേശിച്ചു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കാരം ആരംഭിച്ചപ്പോൾ അവിടുത്തേക്ക് അല്പം ആശ്വാസം തോന്നിയതിനെ തുടർന്ന് അവിടുന്ന് നമസ്കാരത്തിനായി പുറത്തേക്ക് വന്നു. ഹസ്രത്ത് ആയിഷ പറയുന്നു, ഹസ്രത്ത് അബൂബക്കറിനെ നമസ്കരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതിനു ശേഷം തിരുമേനിക്ക് അല്പം ആശ്വാസം തോന്നിയപ്പോൾ അവിടുന്ന് രണ്ടുപേരുടെ തോളിൽ താങ്ങിക്കൊണ്ട് നമസ്കാരത്തിനായി പുറപ്പെട്ടു. അവർ പറയുന്നു, ആ രംഗം ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. കഠിനമായ വേദന കാരണം അവിടുത്തെ പാദങ്ങൾ നിലത്തുരസുന്നുണ്ടായിരുന്നു. അവിടുന്ന് പള്ളിയിലെത്തിയപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് മാറാൻ ഉദ്ദേശിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സ്ഥാനത്ത് തന്നെ തുടരാൻ ആംഗ്യരൂപേണ പറയുകയും ചെയ്തു. തുടർന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇരുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിപ്പിക്കാൻ തുടങ്ങി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആരംഭിച്ചു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുമേനിയെ പിന്തുടർന്ന് നമസ്കരിക്കുകയും ബാക്കിയുള്ള ആളുകൾ ഹസ്രത്ത് അബൂബക്കറിനെ പിന്തുടർന്ന് നമസ്കരിക്കുകയും ചെയ്തു. എത്ര കഠിനമായ രോഗാവസ്ഥയിലും അവിടുന്ന് അള്ളാഹുവിൻ്റെ സ്മരണയെ മറന്നിരുന്നില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. എന്തെങ്കിലും നിസ്സാര പ്രയാസം വരുമ്പോഴേക്കും സാധാരണഗതിയിൽ ആളുകൾ ആരാധനകളെല്ലാം മറക്കുന്നത് പൊതുവെ കാണാം. ജമാഅത്ത് നമസ്കാരത്തിലും മറ്റു നിബന്ധനകൾ പാലിക്കുന്നതിലും പലപ്പോഴും വീഴ്ചകൾ വരുത്താറുണ്ട്. എന്നാൽ അവിടുത്തെ അവസ്ഥ നോക്കൂ. നിസ്സാര അസുഖങ്ങളെന്നല്ല, മറിച്ച് അവിടുന്ന് വഫാത്തായ ആ രോഗസമയത്തുപോലും ഇടയ്ക്കിടെ ബോധക്ഷയം ഉണ്ടാവുകയും എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുകയും ചെയ്തിരുന്നിട്ടും നമസ്കാരം ആരംഭിച്ചപ്പോൾ ശാന്തനായി വീട്ടിലിരിക്കാൻ അവിടുത്തേക്ക് കഴിഞ്ഞിരുന്നില്ല. ആ ബലഹീനതയിലും രണ്ടുപേരുടെ ചുമരിൽ താങ്ങിക്കൊണ്ട് പാദങ്ങൾ നിലത്തൊരുസിക്കൊണ്ടാണെങ്കിലും അവിടുന്ന് ജമാഅത്ത് നമസ്കാരത്തിനായി
പള്ളിയിലേക്ക് വന്നു. ബാഹ്യദൃഷ്ടിയിൽ ഇത് ഒരു നിസ്സാര സംഭവമായി തോന്നാമെങ്കിലും അവിടുന്ന് അനുഭവിച്ചിരുന്ന അവസ്ഥ അല്പമൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ ചുമലിൽ കൈവച്ച് പള്ളിയിലേക്ക് വരാൻ തിരുമേനിയെ ഉത്കടമായി പ്രേരിപ്പിച്ച ദൈവസ്മരണയെ നോക്കിയാൽ ഇതേതെങ്കിലും നിസ്സാര സംഭവമല്ലെന്ന് മനസ്സിലാകുന്നതാണ്. മറിച്ച് അവിടുത്തെ ഹൃദയത്തിൽ ദൈവസ്മരണയോടുള്ള ഉത്കട ആവേശത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അതെന്ന് മനസ്സിലാക്കാം. ഏത് ഉൾക്കാഴ്ചയുള്ളവനും തിരിച്ചറിയാൻ സാധിക്കും ദൈവസ്മരണ അവിടുത്തെ ആത്മാവിൻ്റെ ആഹാരമായിരുന്നുവെന്നും അതില്ലാതെ അവിടുത്തെ ജീവിതത്തിൽ യാതൊരു ആനന്ദവുമില്ലായിരുന്നുവെന്നും. ഇതിനെയാണ് അവിടുന്ന് ഇപ്രകാരം സൂചിപ്പിച്ചത്: ഞാൻ ഇഷ്ടപ്പെടുന്നതിൽ ഒന്ന് ഖുറത്തുൽ ഐനി ഫിസ് സലാത്ത് ആണെന്ന്. അതായത് എൻ്റെ കണ്ണിൻ്റെ കുളിർമ നമസ്കാരത്തിലാണ്. ശരീഅത്ത് നിയമപ്രകാരം രോഗാവസ്ഥയിൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുക എന്നത് അവിടത്തേക്ക് നിർബന്ധമായിരുന്നില്ല. രോഗാവസ്ഥയിൽ അത്തരം നിബന്ധനകൾ പാലിക്കാൻ ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. രോഗിയാണെങ്കിൽ വീട്ടിലിരുന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഇത് ഇഷ്കിൻ്റെ ശരീഅത്തായിരുന്നു. ഒന്ന് ശരീഅത്തിൻ്റെ കൽപ്പനയായിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു കാണിച്ച ശരീഅത്ത് അവിടുന്ന് പ്രകടിപ്പിച്ച അനുരാഗത്തിൻ്റെ ശരീഅത്തായിരുന്നു. ശരീഅത്ത് കൽപ്പനകൾ ഒരു വശത്തുണ്ട്, എന്നാൽ ഇത് അനുരാഗത്തിൻ്റെ ശരീഅത്തായിരുന്നു. പ്രണയത്തിൻ്റെ സംഗതികളായിരുന്നു. ശരീഅത്ത് നിയമങ്ങൾക്കും അതീതമായ ദൈവസ്നേഹത്തിൻ്റെ കൽപ്പനകളായിരുന്നു അവ. അതിൽ നിന്ന് സ്നേഹാനുരാഗങ്ങൾ നിർഗമിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ ശരീഅത്ത് തീർച്ചയായും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുവാദം നൽകിയിരുന്നെങ്കിലും ദൈവസ്മരണയോടുള്ള അവിടുത്തെ സ്നേഹം എന്തു സംഭവിച്ചാലും എത്ര പ്രയാസം സഹിച്ചാണെങ്കിലും എല്ലാ നിബന്ധനകളോടും കൂടി ദൈവസ്മരണ നടത്താനും തൻ്റെ പ്രിയനെ ഓർക്കാനും തിരുമേനിയെ നിർബന്ധിക്കുകയായിരുന്നു. പ്രയാസവേളയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവസ്മരണ അവലംബിച്ച അവസ്ഥ ഇതാണെങ്കിൽ ആരോഗ്യവനായിരുന്നപ്പോൾ അവിടുന്ന് എത്രത്തോളം ആവേശത്തോടെ ദൈവസ്മരണയിൽ മുഴുകിയിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ദൈവനാമം കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ആവേശമുണരുന്ന തരത്തിലുള്ള ബന്ധമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവുമായി ഉണ്ടായിരുന്നത്. രോഗത്തിലും ആരോഗ്യത്തിലും ദൈവസ്മരണയായിരുന്നു അവിടുത്തെ ആഹാരം. അത്ര അഗാധമായി അവിടുന്ന് അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്നു. ഇതേ ശീലം തൻ്റെ ഉമ്മത്തിലും വളർത്തിയെടുക്കാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. ഈ ശീലം അവരിലും ഉണ്ടാവണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. കഴിഞ്ഞ ഖുതുബയിലും ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ സംക്ഷിപ്തമായി വിവരിച്ചിരുന്നു. അവയിലെ ചില വിശദാംശങ്ങൾ വീണ്ടും വിവരിക്കേണ്ടതുണ്ട്. അതിനാൽ ഞാൻ വിവരിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബനി അംർ ഇബ്നു ഔഫ് ഗോത്രക്കാർക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കുന്നതിനായി പോയി. അവിടെ അവർക്കിടയിൽ എന്തോ തർക്കമുണ്ടായിരുന്നു. ഇതിനിടയിൽ നമസ്കാര സമയമാവുകയും മസ്ജിദ് നബവിയിലെ മുഅസ്സിൻ ബാങ്ക് വിളിച്ച ശേഷം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നു ചോദിച്ചു, അങ്ങ് നമസ്കാരത്തിന് നേതൃത്വം നൽകുമോ? എങ്കിൽ ഞാൻ ഇഖാമത്ത് ചെല്ലാമെന്ന്. അദ്ദേഹം സമ്മതിച്ചു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിനായി നിന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. ആളുകൾ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ഇതിനിടയിൽ ഒരു വഴിയിലൂടെ നടന്ന് ഒന്നാം സപ്പിൽ പോയി നിന്നു. അവിടുത്തെ വരവറിഞ്ഞപ്പോൾ ആളുകൾ കൈകൊട്ടാൻ തുടങ്ങി. ഹസ്രത്ത് അബൂബക്കറിനെ വിവരമറിയിക്കാനായിരുന്നു ഇത്. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ നമസ്കാരത്തിൽ അത്യന്തം ഏകാഗ്രത പുലർത്തിയിരുന്നതിനാൽ ഒന്നിലേക്കും ശ്രദ്ധ തിരിച്ചിരുന്നില്ല. കൈകൊട്ടൽ നീണ്ടുപോയപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന വിവരം അറിയുകയും ചെയ്തു. അവിടെ തന്നെ തുടരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈകൾ ഉയർത്തി അള്ളാഹുവിനെ സ്തുതിക്കുകയും തനിക്ക് ലഭിച്ച ആ ബഹുമാനത്തിന് നന്ദി പറയുകയും ചെയ്ത ശേഷം പിന്നോട്ട് മാറി വരിയിൽ ചേർന്ന് നിന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വന്ന് നമസ്കാരം പൂർത്തിയാക്കി. സലാം വീട്ടിയ ശേഷം അവിടുന്ന് ചോദിച്ചു, അബൂബക്കർ, ഞാൻ കൽപ്പിച്ചിട്ടും നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിൽ നിന്ന് തടഞ്ഞതെന്താണ്? ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി, ഇത് ഞാൻ മുമ്പും വിവരിച്ചിട്ടുള്ളതാണ്. ഇബ്നു അബി ഖുഹാഫക്ക്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് നമസ്കാരം നയിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ശേഷം അവിടുന്ന് ജനങ്ങളോട് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഒരുപാട് കൈകൊട്ടിയതായി ഞാൻ കണ്ടു. നമസ്കാരത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പുരുഷന്മാർ സുബ്ഹാനല്ലാ എന്ന് പറയണം. സുബ്ഹാനല്ലാ ചൊല്ലുമ്പോൾ ശ്രദ്ധ സ്വയമേവ അങ്ങോട്ട് തിരിയും. കൈകൊട്ടുന്നത് സ്ത്രീകൾക്കുള്ളതാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഈ ഹദീസിൽ നിന്ന് പല പാഠങ്ങളും ലഭിക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചത് എങ്ങനെയെല്ലാം ആളുകളുടെ നാവിൽ ദൈവനാമം നിലനിർത്താം എന്നതിനായിരുന്നു. അവിടുന്ന് സ്വയം ദൈവസ്മരണയിൽ മുഴുകിയിരുന്നതിനെപ്പറ്റി വിവരിച്ചു കഴിഞ്ഞതാണല്ലോ. എന്നിരുന്നാലും മറ്റുള്ളവരുടെ നാവിലും ഇതേ വാക്കുകളാണ് അവിടുന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. ഇനി നമ്മൾ സ്വയം വിലയിരുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമുദായത്തിൽ നിന്ന് ആഗ്രഹിച്ചതുപോലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടോ? ആ ഒരു വേദന നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? അതോ ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നാം നമസ്കാരത്തിലേക്കും പ്രാർത്ഥനകളിലേക്കും തിരിയുന്നത്? സാധാരണഗതിയിൽ അവനെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അവിടുന്ന് എഴുതുന്നു, ദൈവസ്മരണ അധികമായി ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. തുമ്മുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കഴിച്ചു കഴിഞ്ഞാലും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമസ്കാരത്തിനു ശേഷം വല്ല മഹത്തായ കാര്യം ചെയ്യുമ്പോഴും വുദു ചെയ്യുമ്പോഴും ഇങ്ങനെ എല്ലാ പ്രവൃത്തികളിലും അള്ളാഹുവിനെ സ്മരിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു. അവിടുന്ന് സ്വയം ദൈവസ്മരണയിൽ മുഴുകുക മാത്രമല്ല, മറ്റുള്ളവരും അതിലേർപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇത് അവിടുത്തെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയുടെ അടയാളമാണ്, അതിനുള്ള തെളിവാണ്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു എഴുതുന്നു, ആരാധനകൾ നിർവഹിച്ച ഉടൻ തന്നെ അഹങ്കാരികളായി മാറുന്ന ഒട്ടനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാനും ദിവസത്തെ നമസ്കാരങ്ങൾക്കോ ആരാധനകൾക്കോ ശേഷം അവർ തങ്ങളെ തന്നെ വലിയ ഔലിയാക്കളായി കരുതാൻ തുടങ്ങുന്നു. ലോകവും അതിലുള്ളവയും അവരുടെ കണ്ണിൽ നിസ്സാരമായി മാറുന്നു. പ്രമുഖരായ വ്യക്തികളെപ്പോലും അവർ ഗൗനിക്കാറില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് പോലും തങ്ങൾ വലിയ നന്മ ചെയ്തു എന്ന മട്ടിൽ പെരുമാറുന്നു. തങ്ങൾ ആരാധന നടത്തിയത് വഴി അള്ളാഹുവിനോട് വലിയ ഉപകാരം ചെയ്തുവെന്നും അവൻ തങ്ങളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് അഹങ്കാരത്തോടെ കൂട്ടർ ചിന്തിക്കുന്നത്. ഞങ്ങൾ അവനെ ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ ആരാധിച്ചിരുന്നില്ലെങ്കിൽ അവൻ എന്തു ചെയ്യുമായിരുന്നു എന്നവർ ഭാവിക്കുന്നു. ഇത്ര കടന്ന് ചിന്തിക്കാത്തവരിൽ പോലും ദൈവം ഞങ്ങൾക്കായി എന്തു ചെയ്യുന്നുവെന്ന് ചിന്തിക്കുന്നവരെയും കാണാം. എത്രത്തോളം എത്തിയില്ലെങ്കിലും ആരാധനകൾക്ക് ശേഷം മനസ്സിൽ അല്പം അഹങ്കാരം കാണിക്കുന്നതായിട്ടാണ് അധികം പേരെയും കാണപ്പെടുന്നത്. ആരാധനയ്ക്ക് ശേഷവും വിനയത്തോടെ നിലകൊള്ളുന്നവർ വളരെ കുറവാണ്. തങ്ങളുടെ ആരാധനകളിൽ വിനയത്തോടെ നിലകൊള്ളുന്നവരുടെ സംഘമാണ് സദ്വൃത്തരുടേത്. വിനയം കാണിച്ചുകൊണ്ട് തങ്ങളുടെ ആരാധനകൾ എപ്പോഴും മറച്ചുവെക്കുന്ന കൂട്ടരാണവർ. തങ്ങളുടെ ദൈവസ്നേഹത്തെ ഗോപ്യമാക്കി വെച്ചുകൊണ്ട് തങ്ങൾക്ക് ആരാധനയ്ക്ക് തൗഫീക്ക് നൽകിയത് അള്ളാഹുവിൻ്റെ വലിയ ഉപകാരമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സജ്ജനങ്ങളുടെ സംഘം. എന്താണ് നന്മകൾ എന്ന് ആളുകൾ ചോദിക്കുന്നു. അള്ളാഹു പ്രീതനാകുന്നത് എങ്ങനെയാണെന്നും ഇന്നത്തെ കുട്ടികളും യുവാക്കളും പ്രായേണ ചോദിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതിക്കായി മാത്രം നന്മകൾ ചെയ്യുമ്പോഴാണ് അവൻ സംപ്രീതനാകുന്നത്. മനുഷ്യന് സ്വയം ആത്മപരിശോധന നടത്താവുന്നതാണ്. ഇതിനായി പുറത്തുള്ള ഒരാളെ ജഡ്ജിയാക്കേണ്ടതില്ല. താൻ ചെയ്യുന്ന നന്മകൾ അള്ളാഹുവിനു വേണ്ടിയാണെങ്കിൽ തീർച്ചയായും അവൻ അത് ഇഷ്ടപ്പെടും. അവിടുന്ന് എഴുതി, നന്മകളുടെ നേതാവും നബിനായകനുമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. സകല സവിശേഷ ഗുണങ്ങളുടെയും സമന്വയവും സകല നന്മകളുടെയും ഉറവിടവുമായിരുന്നു അവിടുന്ന്. ആരാധന അഹങ്കാരത്തോടെയോ ആത്മപ്രശംസയ്ക്കോ അനുഷ്ഠിക്കുന്ന കാര്യം പറയുകയേ വേണ്ട. അള്ളാഹുവിന് അവിടുന്ന് എത്രത്തോളം അടിമപ്പെട്ടിരുന്നുവോ അത്രത്തോളം അവിടുത്തെ ആത്മീയദാഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവിനെ തന്നോട് കടപ്പാടുള്ളവനായി കാണുന്നതിനു പകരം ആരാധനയ്ക്ക് അവസരം നൽകിയതിന് അള്ളാഹുവിനോട് അങ്ങേയറ്റം കടപ്പാടുള്ളവനായിട്ടാണ് അവിടുന്ന് സ്വയം കരുതിയത്. ദൈവത്തെ ആരാധിക്കാനുള്ള ഈ അവസരങ്ങളെല്ലാം അവൻ്റെ അനുഗ്രഹങ്ങളൊന്നുകൊണ്ട് മാത്രമാണെന്ന് അവിടുന്ന് വിശ്വസിച്ചു. അവിടുത്തെ ആരാധനകൾക്ക് ഒരു തുടർച്ചയുണ്ടായിരുന്നു.
ഒരു സമയം ആരാധനയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് ഇതിന് അവസരം നൽകിയല്ലോ എന്ന് ചിന്തിച്ച് നന്ദി സൂചകമായി അവിടുന്ന് വീണ്ടും ആരാധനയിൽ മുഴുകും. നന്ദി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതി അവിടുന്ന് വീണ്ടും പ്രാർത്ഥനകളിൽ ലയിക്കും. ശേഷം പിന്നെയും തിരുമേനിയുടെ ഉത്കടമായ ആവേശം പ്രകടമാകുന്നതോടെ അവിടുന്ന് ഇനിയും ആരാധനയിൽ മുഴുകുമായിരുന്നു. തൻ്റെ നാഥനുമായുള്ള ഈ രഹസ്യ സംഭാഷണങ്ങൾ എത്രത്തോളം നീളുമെന്നാൽ പലപ്പോഴും അവിടുത്തെ പാദങ്ങൾ നീരുവന്ന് വീർക്കുമായിരുന്നു. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ മുമ്പും പിമ്പുമുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടതല്ലേ, പിന്നെന്തിനാണ് ഇത്രയധികം പ്രയത്നിക്കുന്നത്? അവിടുന്ന് മറുപടി നൽകി, ഞാൻ നന്ദിയുള്ളൊരു ദാസനായിരിക്കേണ്ടതല്ലേ. ഹസ്രത്ത് മുഗീറ ബിൻ ശൂബ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിനായി നിൽക്കുമ്പോൾ ദീർഘനേരം നിൽക്കുന്നത് കാരണം പാദങ്ങളിലോ കണങ്കാലിലോ നീരുവരുമായിരുന്നു. ആളുകൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടുന്ന് ഒരേയൊരു മറുപടിയേ നൽകിയിരുന്നുള്ളൂ, ഞാൻ നന്ദിയുള്ള ഒരു ദാസനെങ്കിലുമായി തീരേണ്ടതല്ലേ. അല്ലാ, എന്തൊരു സ്നേഹമാണത്, എന്തൊരു സ്നേഹമാണത്. ദൈവസ്മരണയിൽ നിൽക്കുമ്പോൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് പോലും അവിടുന്ന് ബോധവാനായിരുന്നില്ല. രക്തയോട്ടം താഴേക്ക് കേന്ദ്രീകരിച്ച് കാലുകൾ വീർത്തു വരുമ്പോഴും ദൈവസ്നേഹം അവിടുത്തെ ശ്രദ്ധ തിരിക്കാൻ അനുവദിച്ചില്ല. ചുറ്റുമുള്ളവർ അവിടുത്തെ ഈ അവസ്ഥ കണ്ട് അത്ഭുതപ്പെടുമായിരുന്നു. അവിടുത്തെ ചുറ്റുമുള്ള ആളുകൾ തിരുമേനിയുടെ പ്രയാസം കണ്ട് വേദനിക്കാറുണ്ടായിരുന്നു. അവർ തിരുമേനിയുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയും ചോദിക്കുകയും ചെയ്യുമായിരുന്നു, എന്തിനാണ് അങ്ങ് സ്വയം ഇത്രയധികം കഷ്ടപ്പെടുന്നത്? ആരോഗ്യത്തെക്കുറിച്ചും അല്പം വിശ്രമത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ലേ? ആളുകളെ അസ്വസ്ഥരാക്കുന്നതും കാണുന്നവരെ വേദനിപ്പിക്കുന്നതുമായ ആ ശാരീരിക പ്രയാസങ്ങൾ തിരുമേനിയെ ഒട്ടും തന്നെ ബാധിച്ചിരുന്നില്ല. ആരാധനയിൽ അല്പം ഇളവ് വരുത്തുകയോ ദീർഘനേരം നിൽക്കുന്നത് ഒഴിവാക്കുകയോ ചെയ്യാമെന്ന് പറയുന്നതിനു പകരം അവിടുന്ന് അത്തരം നിർദ്ദേശങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവിടുന്ന് അവർക്ക് നൽകിയ മറുപടി ഇതായിരുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ നന്ദിയുള്ളൊരു ദാസനെങ്കിലും ആകേണ്ടതല്ലേ. അവിടുന്ന് അരുളി, അള്ളാഹു എന്നോട് അത്രമേൽ ഔദാര്യവും കൃപയും കാട്ടുന്നു, അത്രമേൽ വാത്സല്യത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്. എന്നിട്ടും അവൻ്റെ ഈ നന്മകൾക്ക് പകരമായി ഞാൻ അവൻ്റെ നാമം ജപിക്കാതിരിക്കുകയും ആരാധനയിൽ വീഴ്ച വരുത്തുകയും ചെയ്യണമെന്നാണോ? എത്ര ആത്മാർത്ഥവും കൃതജ്ഞത നിറഞ്ഞതുമായ മറുപടിയാണിത്. അവിടുത്തെ പരിശുദ്ധ ഹൃദയത്തിലെ വികാരങ്ങളെ ഇത് എത്ര മനോഹരമായാണ് തുറന്നു കാട്ടുന്നത്. ദൈവസ്മരണയോടുള്ള ഈ അടങ്ങാത്ത തൃഷ്ണ മറ്റാരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടോ? ലോകത്തെ മറ്റേതെങ്കിലും മഹാവ്യക്തിക്ക് ഇത്രയും ആത്മാർത്ഥതയുടെ മാതൃക കാണിക്കാനുണ്ടോ? അവിടുന്ന് സ്വയം ഇത് പ്രവർത്തിക്കുക മാത്രമല്ല, തൻ്റെ അനുയായികളും ഇത് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഇതിൻ്റെ തുടർച്ചയായി വിവരിക്കുന്നു, അവിടുന്ന് തൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ എത്രത്തോളം വ്യാപൃതനായിരുന്നു എന്ന് നോക്കൂ. ആരാധന കഴിഞ്ഞ് ബാക്കി സമയം വിശ്രമിക്കുകയല്ല അവിടുന്ന് ചെയ്തത്. രാത്രി മുഴുവൻ ആരാധനയിൽ ചെലവഴിച്ച് പകൽ ഉറങ്ങുകയുമല്ല ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ആ ആവേശത്തിൻ്റെ ആഴം മനസ്സിലാകില്ലായിരുന്നു. പകൽ സമയം അവിടുന്ന് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാനും അവൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കാനും കഠിനമായി പരിശ്രമിക്കും. 5 നേരം നമസ്കാരത്തിന് നേതൃത്വം നൽകും. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന നിവേദക സംഘങ്ങളുമായും നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ചകൾ നടത്തുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു. യുദ്ധങ്ങളിൽ സൈന്യത്തെ നയിക്കുമായിരുന്നു. സ്വഹാബികളെ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. ജഡ്ജും അവിടുന്ന് തന്നെയായിരുന്നു. ന്യായാധിപൻ എന്ന നിലയിൽ തർക്കങ്ങളിൽ വിധി പറയും. പൊതുമുതൽ ശേഖരണം, ഭരണകാര്യങ്ങൾ, ഇസ്ലാമിക നിയമങ്ങളുടെ നടപ്പിലാക്കൽ, ഭാര്യമാരുടെ അവകാശങ്ങൾ നിറവേറ്റൽ, വീട്ടുജോലികളിൽ സഹായിക്കൽ, ഇതെല്ലാം പകൽ സമയം അവിടുന്ന് നിർവഹിച്ചിരുന്നു. ഇത്രയധികം ജോലികൾ കഴിഞ്ഞ് തളർന്നു പോകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതുവരെ കിടങ്ങിയുറങ്ങുന്നതിനു പകരം അവിടുന്ന് ഇടയ്ക്കിടെ എഴുന്നേറ്റിരിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുമായിരുന്നു. തസ്ബീഹും തഹ്മീദും ചെയ്യുമായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞാൽ എഴുന്നേറ്റ് വുളു എടുക്കും. ചുറ്റും നിശബ്ദത പടർന്നിരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ നാഥൻ്റെ മുന്നിൽ അതീവ വിനയത്തോടെ നിൽക്കും. ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്യുന്നത് കാരണം പാദങ്ങൾ വീർത്തു പോകുമായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു,
ഒരിക്കൽ ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിക്കാൻ നിന്നു. ദീർഘനേരം നിൽക്കേണ്ടി വന്നതിനാൽ നമസ്കാരം ഉപേക്ഷിച്ചു പോയാലോ എന്നുപോലും ഞാൻ ചിന്തിച്ചുപോയി. കാരണം എൻ്റെ പാദങ്ങൾക്ക് ആ ഭാരം താങ്ങാൻ കഴിയുമായിരുന്നില്ല. കൂടുതൽ നേരം നിൽക്കുക എന്നത് എൻ്റെ കഴിവിനതീതമായിരുന്നു. യുവത്വത്തിൻ്റെ കരുത്തുള്ള തിരുമേനിയേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളുടെ സാക്ഷ്യമാണിത്. വാർദ്ധക്യത്തിലും പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടും അവിടുത്തെ ധൈര്യവും സ്നേഹവും അത്രമേൽ ശക്തമായിരുന്നു. അവിടുത്തെ അധ്വാനത്തിൻ്റെ ഒരംശം പോലും ജോലിയില്ലാത്ത കരുത്തരായ യുവാക്കൾക്കു പോലും തിരുമേനിയുടെ കൂടെ ദീർഘനേരം നിൽക്കാൻ കഴിയാതെ തളർന്നു പോകുമായിരുന്നു. എന്തിനായിരുന്നു ഈ ആരാധന? എന്തിനായിരുന്നു ഈ സമർപ്പണം? അവിടുന്ന് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്നത് എന്തിനായിരുന്നു? അള്ളാഹുവിൻ്റെ ഒരു നന്ദിയുള്ള ദാസനായിരിക്കണം എന്നതുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ തിരുമേനിയുടെ ഹൃദയം എപ്പോഴും അവൻ്റെ സ്മരണയിലേക്ക് ചായുന്നതുകൊണ്ടുമാണ് അവിടുന്ന് ഇത് ചെയ്തത്. അള്ളാഹുവിനോട് അവിടുത്തേക്ക് അത്രമേൽ തീവ്രമായ സ്നേഹമായിരുന്നു. അബൂ സലമ ബിൻ അബ്ദുറഹ്മാൻ വിവരിക്കുന്നു, ഹസരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു. നമുക്കും ഇനി ഒരു മാസത്തിനുള്ളിൽ റമദാൻ വരാനിരിക്കുകയാണ്. റമദാൻ നാം അനുഷ്ഠിക്കാനുള്ളതാണ്. അത് റമദാനിൽ മാത്രമല്ല, അതിനു മുമ്പും നമ്മളത് അനുഷ്ഠിക്കേണ്ടതാണ്. അത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റമദാനിലാകട്ടെ അല്ലാത്ത മാസങ്ങളിലാകട്ടെ അവിടുന്ന് 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിക്കാറില്ലായിരുന്നു. ആ നമസ്കാരം എങ്ങനെയുള്ളതായിരുന്നു? 4 റക്അത്തുകൾ അവിടുന്ന് നമസ്കരിക്കും. അതിൻ്റെ സൗന്ദര്യത്തെയും ദൈർഘ്യത്തെയും കുറിച്ച് ചോദിക്കരുത്. അത്രമേൽ മനോഹരവും ദീർഘവുമായിരുന്നു അത്. പിന്നീട് 4 റക്അത്തുകൾ കൂടി നമസ്കരിക്കും. അതിൻ്റെയും ഭംഗിയെയും നീളത്തെയും സംബന്ധിച്ച് എന്നോട് ചോദിക്കരുത്. അതിനുശേഷം 3 റക്അത്ത് വിത്ർ നമസ്കരിക്കും. അത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് വിത്ർ നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയാണോ? അതായത് 4 റക്അത്ത് നമസ്കരിച്ച് അല്പം വിശ്രമിക്കുമായിരുന്നു, എന്നിട്ടേ വിത്ർ നമസ്കരിച്ചിരുന്നുള്ളൂ. അവിടെ നരുളി, ആയിഷ, എൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ടാകാം, എന്നാൽ എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല. അത് ദൈവസ്മരണയിൽ ഉണർന്നിരിക്കുകയാണ്. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൈവിക സാമീപ്യത്തെക്കുറിച്ച് ഖുർആൻ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്നു. ഈ ദൈവ സാമീപ്യത്തെക്കുറിച്ച് അള്ളാഹു എടുത്ത് പറയുന്നത് ഇപ്രകാരമാണ്: ഉല്ലിന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക, തീർച്ചയായും എൻ്റെ നമസ്കാരവും എൻ്റെ ബലിയും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. അതായത് ജനങ്ങളെ അറിയിക്കുക, എൻ്റെ അവസ്ഥ ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറിയിരിക്കുന്നു. എൻ്റെ സകല ആരാധനകളും അള്ളാഹുവിനു വേണ്ടിയുള്ളതായി മാറിയിരിക്കുന്നു. മനുഷ്യൻ പരിപൂർണത കൈവരിക്കാത്ത കാലത്തോളം ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായ ആരാധനകൾ സമർപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കുറച്ച് ആരാധനകൾ ദൈവത്തിനും കുറച്ച് സ്വന്തത്തിനും വേണ്ടിയായിരിക്കും. എന്തെന്നാൽ ദൈവത്തിന് മഹത്വവും പ്രതാപവും ലഭിക്കുന്നത് പോലെ അയാൾ തനിക്കും മഹത്വവും പ്രതാപവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആരാധനയുടെ യാഥാർത്ഥ്യം. അതുപോലെ അവൻ്റെ ആരാധനയുടെ ഒരു ഭാഗം സൃഷ്ടികൾക്കും വേണ്ടിയായി മാറും. ദൈവത്തിന് മാത്രം നൽകേണ്ട മഹത്വവും പ്രതാപവും ശക്തിവിലാസങ്ങളും നിയന്ത്രണാധികാരങ്ങളും അവൻ സൃഷ്ടികൾക്ക് നൽകുന്നു. അങ്ങനെ അവൻ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തൻ്റെ ഇച്ഛകളെയും സൃഷ്ടികളെയും ആരാധിക്കുന്നവനായി മാറുന്നു. എന്നല്ല, ഭൗതിക മാർഗോപാധികളെപ്പോലും അവൻ ആരാധനയിൽ ഭാഗവക്കാക്കുന്നു. ലോകത്തെ തരം താഴ്ന്ന ഉപാധികളെ അവൻ ആരാധനയിൽ പങ്കാളിയാക്കുന്നു. എന്തെന്നാൽ ദൈവേച്ഛയ്ക്കും ദൈവവിധിക്കുമെതിരിൽ ഈ ഭൗതിക മാർഗോപാധികളും സ്നേഹിക്കപ്പെടാൻ അർഹമാണെന്ന് അവൻ കരുതുന്നു. ആകയാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ സ്വന്തം നഫ്സിനെയോ മറ്റ് സൃഷ്ടികളെയോ ഭൗതിക മാർഗോപാധികളെയോ പങ്കുചേർക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ ആരാധകനാകാൻ കഴിയില്ല. സകല മഹത്വവും പ്രതാപവും നിയന്ത്രണാധികാരവും അള്ളാഹുവിന് മാത്രം നൽകുന്നവനാണ് യഥാർത്ഥ ആരാധകൻ. മനുഷ്യൻ്റെ ആരാധന തൗഹീദിൻ്റെ ഈ പദവിയിലെത്തുമ്പോൾ മാത്രമേ ഒരാൾക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ ആരാധകൻ എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ നാവുകൊണ്ട് ദൈവം ഏകനാണെന്ന് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുകയും ചെയ്യുന്നതോടൊപ്പം തൻ്റെ പ്രവൃത്തിയിലൂടെയും ആരാധനയിലൂടെയും ദൈവത്തിൻ്റെ ഏകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു.
മേൽ വിവരിച്ച ഖുർആൻ സൂക്തത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എൻ്റെ സകല ആരാധനകളും അള്ളാഹുവിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചത് ഈ പരിപൂർണ പദവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് എൻ്റെ ആരാധനകളിൽ എൻ്റെ ദേഹേച്ഛകൾക്കോ സൃഷ്ടികൾക്കോ ഭൗതിക മാർഗോപാധികൾക്കോ യാതൊരു പങ്കുമില്ല. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, എൻ്റെ ബലിയും എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അറബി ഭാഷയിൽ നുസ്ക് എന്ന വാക്കിന് അർത്ഥം ബലി എന്നാണ്. ആയത്തിൽ വന്നിട്ടുള്ള നുസ്ക് എന്ന പദം അതിൻ്റെ ബഹുവചന രൂപമാണ്. ആരാധനയെന്നും ഇതിനർത്ഥമുണ്ട്. ആകയാൽ ആരാധനയും ബലിയും രണ്ടർത്ഥങ്ങളും ധ്വനിക്കുന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇച്ഛകളോ സൃഷ്ടികളോ പങ്കുചേരാത്ത പരിപൂർണമായ ആരാധന എന്നത് യഥാർത്ഥത്തിൽ ഒരു ബലിയാണെന്നും പരിപൂർണമായ ബലി എന്നത് പരിപൂർണമായ ആരാധനയാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. തുടർന്ന് പറഞ്ഞു, എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവിനാണ്. ഈ അവസാന വാചകം ബലി എന്ന പദത്തിൻ്റെ വിശദീകരണമത്രേ. ഇവിടെ ബലി എന്നത് ആടുകളെയോ പശുക്കളെയോ ഒട്ടങ്ങളെയോ അറുക്കലല്ല എന്ന് ധരിച്ചു പോകാതിരിക്കാനാണ് ഇത്. എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവിനാണ് എന്നതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പരാമൃഷ്ടമായ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ബലിയാണ് എന്നതത്രേ. ഖുർബാനി എന്ന വാക്ക് ഖുർബ് അഥവാ സാമീപ്യം എന്നതിൽ നിന്നാണ് ഉണ്ടായത്. മനുഷ്യൻ്റെ സകല ദേഹേച്ഛകളും ലൗകികാസക്തികളും ഒരു മരണം വരിക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവസാമീപ്യം ലഭിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ സൂക്തം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവുമായുള്ള അത്യുന്നത ബന്ധത്തിന് വലിയ തെളിവാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാപിച്ച ഒരു പാരമ്യത എന്നത് ദൈവസാമീപ്യമാണ്. അവിടുന്ന് അള്ളാഹുവിൽ അത്രമേൽ വിലയം പ്രാപിച്ചിരുന്നു. അവിടുത്തെ ജീവിതത്തിലെ ഓരോ ശ്വാസവും അവിടുത്തെ മരണവും അള്ളാഹുവിന് മാത്രമായിരുന്നു. തിരുമേനിയുടെ അസ്തിത്വത്തിൽ സ്വേച്ഛയ്ക്കോ സൃഷ്ടികൾക്കോ ഭൗതിക മാർഗോപാധികൾക്കോ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. അവിടുത്തെ ആത്മാവ് മറ്റൊരു കലർപ്പും ബാധിക്കാത്ത വിധം നിഷ്കളങ്കതയോടെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം അരുളുന്നു, അള്ളാഹു ചില കാര്യങ്ങൾ അനുവദനീയമാക്കിയിട്ടുണ്ട്, എങ്കിലും ജീവിതകാലം മുഴുവനും അതിൽ തന്നെ മുഴുകുക എന്നതല്ല അതിൻ്റെ ഉദ്ദേശം. അള്ളാഹു തൻ്റെ ദാസന്മാരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്നാണ്. അവർ രാത്രികൾ സുജൂദിലും ഖിയാമിലും ചെലവഴിക്കുന്നവരാണെന്നാണ്. അതായത് തൻ്റെ നാഥന് വേണ്ടി രാത്രി മുഴുവൻ സുജൂദിലും ഖിയാമിലും അവർ കഴിച്ചുകൂട്ടുന്നു. രാപ്പകൽ ഭാര്യമാരിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദൈവഹിതമനുസരിച്ച് രാത്രി ആരാധനയിൽ ചെലവഴിക്കാൻ കഴിയുക? ഭാര്യമാർ ദൈവത്തിന് പങ്കാളികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. എന്നിട്ടും അവിടുന്ന് രാത്രി മുഴുവൻ ആരാധനയിൽ മുഴുകുമായിരുന്നു. ഒരു രാത്രി അവിടുന്ന് ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കഴിയുകയായിരുന്നു. രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയില്ല. അവിടുന്ന് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവർ സംശയിച്ചു. അവർ ഓരോ വീടുകളിലും അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. ഒടുവിൽ അവർ കണ്ടത്, അതായത് ജന്നത്തുൽ ബഖീയിൽ സുജൂദിൽ വീണ് കരയുന്നതാണ്. പ്രിയപ്പെട്ട ഭാര്യയെ വിട്ട് അവിടുന്ന് രാത്രിയുടെ നിശബ്ദതയിൽ മരിച്ചവർക്കിടയിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടുത്തെ വിവാഹങ്ങൾ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അവിടുത്തെ തിരുമേനിയെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്ര ബാലിശമാണ്! ഓർക്കുക, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ ശാരീരിക ഇച്ഛകൾക്ക് അടിമപ്പെടരുത് എന്നതാണ്. തഖ്വയുടെ പൂർത്തീകരണത്തിന് ആവശ്യം നേരിടുകയാണെങ്കിൽ മാത്രം ഒന്നിലധികം വിവാഹങ്ങൾ ചെയ്യാം. തഖ്വ മുൻനിർത്തി ഒന്നിലധികം വിവാഹം ചെയ്തു കൊള്ളാനാണ് അവിടുന്ന് ജമാഅത്ത് അംഗങ്ങളെ ഉപദേശിച്ചത്. തഖ്വ മുൻനിർത്തി ഒന്നിലധികം വിവാഹം ചെയ്തു കൊള്ളാനാണ് അവിടുന്ന് ജമാഅത്ത് അംഗങ്ങളെ ഉപദേശിച്ചത്. കേവലം സ്വന്തം ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി ഒന്നിലധികം വിവാഹങ്ങൾ ചെയ്യുന്നത് ഇത്തരം പരാതികളുമുണ്ടാകാറുണ്ട്. ഇസ്ലാം അനുവദിക്കുന്നില്ല. ആവശ്യങ്ങൾ അനുവദനീയമായ പരിധിക്കുള്ളിലായിരിക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉയരുന്നത്. ഇസ്ലാമിൽ അനാവശ്യമായ രീതിയിൽ വിവാഹങ്ങൾ നടത്തുന്നവർ കാരണമാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്.
എന്നാൽ മുസ്ലിങ്ങളും വിമർശകരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനായി ചില നിബന്ധനകളുണ്ട്. അവ പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു നിവേദനത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, മുമ്പ് ഖുതുബയിലും ഞാൻ ഈ ഹദീസ് പരാമർശിച്ചിട്ടുണ്ട്, ദുനിയാവിലെ കാര്യങ്ങളിൽ എനിക്ക് ഭാര്യമാരെയും സുഗന്ധത്തെയുമാണ് ഇഷ്ടം. എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്നതും നമസ്കാരമാണ്. എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്നതും നമസ്കാരമാണ്. ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു നൽകിയ വിശദീകരണം ഞാൻ വീണ്ടും ഇവിടെ ചേർക്കുകയാണ്. അദ്ദേഹം വിവരിച്ചു, ഖുറത്തു ഐനി ഫി സലാത്ത്, നമസ്കാരത്തിൽ എൻ്റെ കണ്ണുകൾക്ക് കുളിർമ വെച്ചിരിക്കുന്നു എന്നത് ഇസ്ലാമിന് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ലഭിച്ച ശ്രേഷ്ഠ പദവിയാണ്. നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ളതുപോലെ കൃത്യനിഷ്ഠയോടെയുള്ള ആരാധനാക്രമം നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ളതുപോലെ കൃത്യനിഷ്ഠയോടെയുള്ള ആരാധനാക്രമം ലോകത്ത് മറ്റൊരു ജനതയിലുമില്ല. മുൻകാല മതങ്ങളെല്ലാം ബാഹ്യമായ ചലനങ്ങൾക്ക് ഊന്നൽ നൽകുകയോ അല്ലെങ്കിൽ ആരാധനാ സമയം തമ്മിലുള്ള ഇടവേളകൾ വളരെ കൂടുതലാവുകയോ ചെയ്തിരുന്നു. ഇത് ആത്മീയതയെ ദുർബലപ്പെടുത്തുന്നു. എന്നാൽ ഒരു ദിവസം 5 തവണ ആരാധനയ്ക്കായി വിശ്വാസികളെ വിളിക്കുന്ന ഏക മതം ഇസ്ലാമാണ്. മറ്റൊരു മതത്തിലും ഇത് കാണാൻ കഴിയില്ല. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ആത്മീയത നിലനിൽക്കുന്നതിനായി അവ നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണ്. കേവലം ഐഹിക കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരിക്കരുത്. അദ്ദേഹം എഴുതുകയുണ്ടായി, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആഴ്ചയിലൊരിക്കൽ ആരാധനയ്ക്കായി പോകുന്നു. ഒരുപക്ഷെ അവരിൽ ചിലർ രാവും പകലും ആരാധന നടത്തുന്നുണ്ടാവാം. എന്നാൽ ഇത് സാമൂഹിക ആരാധനയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഒരു ദിവസം പലതവണ ആരാധന നടത്താൻ കൽപ്പിച്ചത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. സ്വലാത്ത് എന്ന വാക്കിന് പ്രാർത്ഥന എന്നും അർത്ഥമുണ്ട്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഏറെ ഊന്നൽ നൽകിയിട്ടുണ്ട്. അവിടുന്ന് എഴുതുന്നു, മറ്റു മതങ്ങളിലെ ആരാധനകളിൽ ബാഹ്യമായ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. അവയിലൂടെ ആരാധനയിൽ ആസ്വാദ്യത കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് ആര്യസമാജക്കാരിലും ക്രിസ്ത്യാനികളിലും പാട്ടും സംഗീതവുമുണ്ട്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരാധനയിൽ തന്നെ ആനന്ദമുണ്ട്. മറ്റൊരു മതത്തിനും നേരിടാൻ കഴിയാത്ത തരം ആനന്ദമാണിത്. അതിനാൽ പാട്ടും സംഗീതവുമല്ല, മറിച്ച് നിശബ്ദമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതും അവൻ്റെ സ്തുതിയും വിശുദ്ധിയും വർണ്ണിക്കുന്നതും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതും തുടർന്ന് വിതുമ്പിക്കരയുന്നതും ആണ് യഥാർത്ഥ സംതൃപ്തി നൽകുന്ന ആരാധന. ഇതിലൂടെ അള്ളാഹുമായുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് നമസ്കാരത്തിലും ആരാധനകളിലും ഈ ഉന്നതമായ നിലവാരം കൈവരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെന്ന് വിളിക്കപ്പെടാൻ അർഹതയുണ്ടാവുകയുള്ളൂ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്രത്ത് മീർ നാസിർ നവാബ് സാഹിബിന് അയച്ച ഒരു കത്തിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി, താങ്കളുടെ പ്രായോഗിക ജീവിതത്തിനായി താങ്കൾ ചോദിച്ച കാര്യത്തിനുള്ള മറുപടി ഇതാണ്: റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി പിന്തുടരുന്നതിലേക്ക് താൽപ്പര്യം കാണിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ച 2 കർമ്മങ്ങളുണ്ട്. 1 നമസ്കാരം, 2 ജിഹാദ്. നമസ്കാരത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഖുറത്തു ഐനി ഫി സ്വലാത്ത്, അതായത് എൻ്റെ കണ്ണിൻ്റെ കുളിർമ കുടികൊള്ളുന്നത് നമസ്കാരത്തിലാകുന്നു. ജിഹാദിനെക്കുറിച്ച് അവിടുന്ന് അരുൾ ചെയ്തു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടണമെന്നും വീണ്ടും ജീവിപ്പിക്കപ്പെടണമെന്നും വീണ്ടും കൊല്ലപ്പെടണമെന്നും വീണ്ടും ജീവിപ്പിക്കപ്പെടണമെന്നും വീണ്ടും കൊല്ലപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ജിഹാദ് ആത്മീയ രൂപം കൈക്കൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലുള്ള ജിഹാദ് എന്നത് ഇസ്ലാമിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുക, പരിശുദ്ധ ദീനായ ഇസ്ലാമിൻ്റെ ഗുണങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നിവയാണ്. ദൈവം മറ്റൊരു സാഹചര്യം ലോകത്ത് വെളിപ്പെടുത്തുന്നതുവരെ ഇതാണ് ജിഹാദ്. അതിനാൽ നമ്മുടെ ആരാധനകളുടെ നിലവാരവും അള്ളാഹുവിനോടുള്ള സ്നേഹവും വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ എഴുത്തിലൂടെയും പ്രബോധനത്തിലൂടെയുമുള്ള ജിഹാദിൽ ബർക്കത്തുണ്ടാവുകയുള്ളൂ. ഈ ജിഹാദിൽ പങ്കുചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്കും പ്രാർത്ഥനകളിലേക്കും നമ്മുടെ ആരാധനകളിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികളിൽ അനുഗ്രഹമുണ്ടാവുകയുള്ളൂ.
അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് ബംഗ്ലാദേശ് ജമാഅത്തിൻ്റെ ജൽസ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എതിർപ്പുകൾ രൂക്ഷമാണ്. അവർക്കായി ദുആ ചെയ്യുക. അള്ളാഹു അവരെയെല്ലാം തൻ്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. അവരുടെ ജലസ വളരെ നല്ല നിലയിൽ പര്യവസാനിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.